ഗവൺമെൻറ് ഐ ടി മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗിരിജ, സീനിയർ ഇൻസ്ട്രക്ടർ TPS ട്രേഡ്, ഗവൺമെൻറ് ഐ ടി മലമ്പുഴ. ഇന്ന് നമുക്ക് TPS ട്രേഡിലെ സെക്കൻഡ് ഇയർ സിലബസിൽ വരുന്ന ഇൻവേർട്ടേഴ്സിനെ സംബന്ധിച്ചുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവെർട്ടർ കൺവേർട്സ് എന്തിനെ കൺവേർട്ട് ചെയ്യുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് DC പവർ ടു DC പവർ. സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നു AC പവർ ടു DC പവർ. തേർഡ് ഓപ്ഷൻ DC പവർ ടു AC പവർ. ഫോർത്ത് ഓപ്ഷൻ AC പവർ ടു AC പവർ. നമുക്കെല്ലാം സുപരിചിതമാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മിക്ക ആളുകളുടെയും വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഇൻവെർട്ടർ. എന്തിനാണ്? നമ്മുടെ വീടുകളിൽ ലഭ്യമായിരിക്കുന്ന ഇലക്ട്രിക് സപ്ലൈ ചില സമയങ്ങളിൽ AC മെയിൻസ് ലഭ്യമാവാത്ത സന്ദർഭങ്ങളിൽ ഈ ഇൻവെർട്ടറാണ് നമുക്ക് നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ 230 വോൾട്ട് AC പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 230 വോൾട്ട് AC ഇൻവെർട്ടർ സ്വന്തമായി ഉണ്ടാക്കുന്നതല്ല. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാറ്ററിയിൽ നിന്നുള്ള DC വോൾട്ടേജിനെയാണ് AC വോൾട്ടേജായി കൺവേർട്ട് ചെയ്യുന്നത്. അതായത് വീട്ടിൽ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആവുന്ന സമയത്ത് ഈ ബാറ്ററിയെ ഇൻവെർട്ടർ ചാർജ് ചെയ്യിക്കുന്നു. അതേപോലെ പവർ കട്ട് ഉണ്ടാവുന്ന സമയത്ത് തിരിച്ച് DC വോൾട്ടേജിനെ AC വോൾട്ടേജാക്കി ഇൻവെർട്ടർ മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ നമുക്ക് ആൻസർ ഉണ്ട്. അതായത് ഓപ്ഷൻ C ആണ് ആൻസർ. Inverter is a device which converts DC power to AC power. In a voltage source inverters, the internal impedance of the dash. Normally, ഇൻവേർട്ടേഴ്സിനെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്നും കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്നും രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ DC വോൾട്ടേജ് സോഴ്സിൻ്റെ ഇമ്പിഡൻസ് നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കും. അതേപോലെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ആണെങ്കിൽ അത് ഹൈ ഇമ്പിഡൻസ് ഉള്ള സോഴ്സ് ആയിരിക്കും. എന്താണ്? അതായത് DC സോഴ്സ് ഈസ് നെഗ്ലിജിബിൾ എന്ന് പറയുമ്പം കൺഫ്യൂഷൻ വരാം. അപ്പോൾ ക്വസ്റ്റ്യനോട് ചേർത്ത് വായിക്കാം. അപ്പം ഇൻ എ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ദ ഇൻറ്റേർണൽ ഇമ്പിഡൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓഫ് ദ DC സോഴ്സ് ഈസ് നെഗ്ലിജിബിൾ. അതാണ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് DC സോഴ്സ് ഈസ് വെരി ഹൈ. ഇത് കറണ്ട് സോഴ്സ് ഇൻവെർട്ടേഴ്സിൻ്റെ കാര്യമാണ്. AC സോഴ്സ് അല്ല നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതൊന്നുമല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ A ആണ്. ഇവിടെ VSI എന്ന് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് എന്നാണ്. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് യൂസിങ് GTO ആർ ടേൺഡ് ഓഫ് ബൈ, അതായത് GTO എന്ന് പറയുന്നത് ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റർ. നോർമൽ തൈറിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന SCRനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗേറ്റ് ഉപയോഗിച്ച് ഗേറ്റിലേക്ക് പൾസ് നൽകിയിട്ട് ഓഫ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഓൺ ആയി കഴിഞ്ഞ SCRന് ഗേറ്റിൻ്റെ പുറത്ത് യാതൊരു കൺട്രോളും നമുക്ക് നടത്താൻ കഴിയില്ല. അപ്പോൾ ഈ ഡിസ്അഡ്വാൻറ്റേജ് ഓവർകം ചെയ്തിട്ടുണ്ടാക്കിയ ഡിവൈസാണ് GTO. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി ലോഡ് കമ്മ്യൂട്ടേഷൻ ഉപയോഗിക്കുന്നു. ഇത് SCRലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ലൈൻ കമ്മ്യൂട്ടേഷനും അല്ല. അപ്ലൈയിങ് എ നെഗറ്റീവ് ഗേറ്റ് പൾസ്, റിമൂവിങ് ദ ബേസ് സിഗ്നൽ. അപ്പോൾ ആദ്യത്തെ രണ്ട് കേസ്, അതായത് GTO എന്ന് പറയുന്നത് സെൽഫ് കമ്മ്യൂട്ടേഷൻ ഡിവൈസാണ്. അതിൻ്റെ തന്നെ ഗേറ്റിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധ്യമാണ്. GTOയുടെ ടെർമിനൽ എന്ന് പറയുന്നത് ആനോഡും കാഥോഡും ഗേറ്റുമാണ്. അപ്പോൾ ബേസ് എന്ന ടെർമിനൽ GTOക്കില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും ആൻസർ അല്ല. പിന്നെ ബാക്കിയുള്ളത് ഓപ്ഷൻ C ആണ്. അപ്ലൈയിങ് എ നെഗറ്റീവ് ഗേറ്റ് പൾസ്,
അതായത് GTO ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗേറ്റിലേക്ക് നെഗറ്റീവ് പൾസ് അപ്ലൈ ചെയ്താൽ മതി. സി ആണ് അപ്ലൈയിങ് എ നെഗറ്റീവ് ഗേറ്റ് പൾസ്. ഡാഷ് ബേസ്ഡ് ഇൻവെർട്ടേഴ്സ് ഡസ് നോട്ട് ഹാവ് സെൽഫ് കമ്മ്യൂട്ടേഷൻ. IGBT സെൽഫ് കമ്മ്യൂട്ടേഷനാണ്. GTO സെൽഫ് കമ്മ്യൂട്ടേഷനാണ്. മോസ്ഫെറ്റും സെൽഫ് കമ്മ്യൂട്ടേഷനുള്ള ഡിവൈസാണ്. SCR. അപ്പോൾ SCR മാത്രമാണ് സെൽഫ് കമ്മ്യൂട്ടേഷൻ ഇല്ലാത്തത്. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് SCR ആണ്. ഓപ്ഷൻ ഡി. സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സ് റിക്വയേഴ്സ്. അതായത് നമുക്ക് ഇൻവെർട്ടർ ഹാഫ് ബ്രിഡ്ജ് ചെയ്യാം 2 സ്വിച്ചിങ് ഡിവൈസ് ഉപയോഗിച്ചിട്ട്, അതുപോലെ ഫുൾ ബ്രിഡ്ജ് ചെയ്യാം 4 സ്വിച്ചിങ് ഡിവൈസ് ഉപയോഗിച്ചിട്ട്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസിനനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ സ്വിച്ചിങ് ഡിവൈസിൻ്റെ കാര്യമല്ല ചോദിച്ചിരിക്കുന്നത്. 2 വയർ AC സപ്ലൈ. ഇൻവെർട്ടർ DC സപ്ലൈയാണ് AC ആക്കുന്നത്. അപ്പോൾ AC സപ്ലൈ അല്ല, 2 വയർ DC സപ്ലൈ. അത് ഡയഗ്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ആൻസർ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. സി 3 വയർ AC സപ്ലൈ. AC അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. 3 വയർ DC സപ്ലൈ. ഇതിൻ്റെ ആൻസർ 3 വയർ DC സപ്ലൈയാണ്. ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ട്. ഈ സർക്യൂട്ടിനകത്ത് 2 DC സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഒരു ഡ്യുവൽ പവർ സപ്ലൈ ആണ് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. അതായത് ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഒരു 0 പോയിൻറ്റും കാണും. സെൻറ്റർ പോർഷനാണ് 0 പോയിൻറ്റ്. അപ്പോൾ മുകളിൽ ഒരു സപ്ലൈ ഉണ്ട്, താഴെയും ഒരു സപ്ലൈ ഉണ്ട്, പിന്നെ 2 സ്വിച്ചിങ് എലമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു സ്വിച്ചിങ് എലമെൻ്റാണ് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒരു DC സോഴ്സിൽ നിന്നാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. ഈ 2 സ്വിച്ചിങ് ഡിവൈസ് വർക്ക് ചെയ്യുമ്പോഴും ലോഡിൽ കൂടെ കറണ്ട് ഒഴുകുന്നത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അപ്പർ സൈഡിലുള്ള സോഴ്സ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുമ്പം ലോഡിൽ കൂടെ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ലോവർ സൈഡിലെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ്ലി ലോഡിലൂടെ ഒഴുകുന്ന കറണ്ട് AC ആണെന്ന് പറയാം. ഹാഫ് ബ്രിഡ്ജ് തന്നെ അതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ടാണ്. 2 സ്വിച്ചും വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മോസ്ഫെറ്റ് 1 ഓണും മോസ്ഫെറ്റ് 2 ഓഫുമാണ്. ഈ അപ്പർ സൈഡിലുള്ള DC സോഴ്സിനെ ലോഡുമായി നേരിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ലോഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് ഏത് വഴിക്ക്? മോസ്ഫെറ്റ് 1 വഴിക്കാണ്. അതായത് ടോപ്പ് സൈഡിൽ നിന്ന് തുടങ്ങി ലോഡിലൂടെ തിരിച്ച് അപ്പർ സൈഡിലെ ബാറ്ററിയിലേക്ക് എത്തുന്നു. നെക്സ്റ്റ് ഫിഗറിൽ കാണാം മോസ്ഫെറ്റ് 1 ഓഫും മോസ്ഫെറ്റ് 2 ഓണുമാണ്. ഈ സമയത്ത് ലോവർ സൈഡിലുള്ള ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഫ്ലോ ലോഡ് വഴി മോസ്ഫെറ്റ് വഴി ബാറ്ററിയിലോട്ടാണ്. ഈ സമയത്തുണ്ടാകുന്ന കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ നേരത്തെ, അതായത് മോസ്ഫെറ്റ് 1 കണ്ടക്ട് ചെയ്തപ്പോഴുണ്ടാകുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ 2 ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുമ്പോൾ ലോഡിൽ കൂടെ ഒഴുകുന്ന കറണ്ട് AC ആണ്. ഒന്നാമത്തെ ഈ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് മോസ്ഫെറ്റിന് പകരം SCR ആണ്. ഏതാണെങ്കിലും ട്രിഗറിങ് പൾസ് അല്ലെങ്കിൽ സ്വിച്ചിങ് പൾസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഗേറ്റിലേക്ക്. ആ ഗേറ്റിന് കൊടുക്കുന്ന വേവ് ഫോമാണ് ഫസ്റ്റ് 2 എണ്ണം കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ ഗേറ്റിന് ട്രിഗറിങ് പൾസ് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഗേറ്റിന് പൾസ് ഇല്ല. അതുപോലെ രണ്ടാമത്തെ ഗേറ്റിന് കൊടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ SCRൻ്റെ ഗേറ്റിന് ട്രിഗറിങ് പൾസ് കൊടുക്കുന്നില്ല. മൂന്നാമത് കാണിച്ചിരിക്കുന്ന വേവ് ഫോമാണ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം. ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ മാക്സിമം പോസിറ്റീവ് സൈഡിൽ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VS/2. എന്താണ് VS/2 എന്ന് പറയാൻ കാരണം? ടോട്ടൽ സോഴ്സ് വോൾട്ടേജിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പർ സൈഡിൽ ഒരു VS/2, ലോവർ സൈഡിൽ VS/2. അപ്പർ സൈഡിലുള്ളത് പോസിറ്റീവും
ലോവർ സൈഡിലുള്ളത് നെഗറ്റീവുമാണ്. അപ്പോൾ അത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തപ്പോൾ മാക്സിമം അതായത് പോസിറ്റീവ് പീക്ക് VS/2 പോസിറ്റീവിലും നെഗറ്റീവ് പീക്ക് VS/2 നെഗറ്റീവിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ വേവ് ഫോം അല്ലെങ്കിൽ വോൾട്ടേജ് പോസിറ്റീവ് VS/2 ടു നെഗറ്റീവ് VS/2 അതാണ് ആ വേവ് ഫോം കാണിക്കുന്നത്. ഇനി നമുക്ക് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറും കൂടെ ഒന്ന് നോക്കാം. വ്യത്യാസം എന്തൊക്കെയാണ്? ഫുൾ ബ്രിഡ്ജിൽ 4 സ്വിച്ചിങ് എലമെൻ്റ് ഉണ്ട്. അതായത് സ്വിച്ചായിട്ട് ഇവിടെ മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി DC സോഴ്സിന് 2 വയറ് ആവശ്യം വരുന്നുള്ളൂ. ഹാഫ് ബ്രിഡ്ജിനാണെങ്കിൽ 3 DC വയർ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഡ്യുവൽ പവർ സപ്ലൈ അതിനാവശ്യമുണ്ട്. ഇവിടെ ഡ്യുവൽ പവർ സപ്ലൈ ആവശ്യമില്ല. ഇനി ഈ ബ്രിഡ്ജിൽ അറ്റ് എ ടൈം 2 സ്വിച്ചിങ് ഡിവൈസുകൾ വർക്ക് ചെയ്യും. അതിൻ്റെ ഫിഗർ നോക്കാം. ഈ ഫിഗർ കാണിക്കുന്നത് മോസ്ഫെറ്റ് 2ഉം മോസ്ഫെറ്റ് 1ഉം ഓഫായിരിക്കുന്ന കണ്ടീഷനാണ്. അതായത് കറണ്ട് പാസ് ചെയ്യുന്നത് മോസ്ഫെറ്റ് 3ലും 4ലും കൂടെയാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കൂ. അതായത് ഈ സമയത്ത് മോസ്ഫെറ്റ് 3ക്കും മോസ്ഫെറ്റ് 4നുമാണ് ഗേറ്റ് പൾസ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ കറണ്ട് സോഴ്സിൽ നിന്ന് പോസിറ്റീവ് സൈഡിൽ നിന്ന് തുടങ്ങി മോസ്ഫെറ്റ് 3യിലൂടെ ലോഡിലൂടെ മോസ്ഫെറ്റ് 4യിലൂടെ സോഴ്സിൻ്റെ നെഗറ്റീവിലേക്ക് തിരിച്ചെത്തുന്നു. നെക്സ്റ്റ് കണ്ടീഷനിൽ ട്രിഗറിങ് പൾസ് മാറ്റിക്കൊടുക്കും. നോക്കൂ, മോസ്ഫെറ്റ് 1ഉം മോസ്ഫെറ്റ് 2ഉമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? പോസിറ്റീവ് നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. മോസ്ഫെറ്റ് 1ൽ നിന്ന് ലോഡിലേക്ക് പാസ് ചെയ്യുന്നു. അതായത് നേരത്തെ കറണ്ട് പാസ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ കറണ്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പാസ് ചെയ്തിട്ട് മോസ്ഫെറ്റ് 2വിലൂടെ തിരിച്ച് സോഴ്സിൻ്റെ നെഗറ്റീവിലെത്തുന്നു. ഈ 2 കണ്ടീഷനിലും എന്താണ് സംഭവിച്ചത്? ലോഡിലൂടെ ഒഴുകിയ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. അതായത് നമുക്ക് ലഭിക്കുന്നത് AC വോൾട്ടേജ് ആണെന്നർത്ഥം. ലോഡിൽ ലഭ്യമായിരിക്കുന്നത് AC വോൾട്ടേജാണ്. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് DC വോൾട്ടേജാണ്. ഔട്ട്പുട്ട് വേവ് ഫോമാണ് ഈ കാണിച്ച്. അതിനെ VH എന്നും VL എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ VH മൈനസ് VL ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ സ്വിച്ചിങ് ഡിവൈസസ് ആർ ഓർ ഈസ് ഗേറ്റഡ് അറ്റ് എ ടൈം. ഒരു സമയത്ത് എത്ര സ്വിച്ചിങ് ഡിവൈസസുകൾ വർക്ക് ചെയ്യുന്നു? അതായത് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി വേഗം നോക്കി ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ ഓപ്ഷൻസ് 4 കാണിച്ചു. നമുക്കറിയാം ആകെ ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൽ 2 സ്വിച്ചിങ് ഡിവൈസേ ഉള്ളൂ. അതിൽ പോസിറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യാൻ ഒരു സ്വിച്ചിങ്ങും നെഗറ്റീവ് സൈഡ് വർക്ക് ചെയ്യാൻ ഒരു സ്വിച്ചുമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവിൽ ഒരു സ്വിച്ച് വർക്ക് ചെയ്യും, ഔട്ട്പുട്ടിൻ്റെ നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ മറ്റേ സ്വിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ അറ്റ് എ ടൈം ഒരു സ്വിച്ചുകളും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ A 1. ദ വോൾട്ടേജ് ഇൻ എ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ വാരീസ് ബിറ്റ്വീൻ. അപ്പം ആൻസർ ഓപ്ഷൻ C VS/2 ആൻഡ് മൈനസ് VS/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the output of a single phase half bridge inverter on R load is ideally. സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ ലോഡ് റെസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പാണെന്നാണ് ചോദിക്കുന്നത്. സൈൻ വേവ് ആണോ, സ്ക്വയർ വേവ് ആണോ, ട്രയാങ്കുലർ വേവ് ആണോ, കോൺസ്റ്റൻറ്റ് DC ആണോ? നമ്മളിപ്പോൾ ഔട്ട്പുട്ട് കാണിച്ച് തന്നിരിക്കുന്നത് റെസിസ്റ്റീവ് ലോഡിൻ്റെ ആയിരുന്നു. അതിൽ കണ്ടേക്കുന്നത് സ്ക്വയർ വേവ്സ് ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B സ്ക്വയർ വേവ്. സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സ് റിക്വയേഴ്സ്. എന്തിൻ്റെ കാര്യമാണെന്ന് നോക്കാം. 4 SCRs ആൻഡ് 2 ഡയോഡ്സ്. SCR ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹാഫ് ബ്രിഡ്ജ് നമ്മൾ കണ്ടു.
ഫുൾ ബ്രിഡ്ജ് ആണെങ്കിൽ വേറെ FET ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. 4 SCRs and 4 diodes, 2 SCRs and 4 diodes, 2 SCRs and 2 diodes. ഹാഫ് ബ്രിഡ്ജിന് 2 SCRും 2 ഡയോഡുമാണ്. അങ്ങനെയാണെങ്കിൽ ഫുൾ ബ്രിഡ്ജിന് 4 SCRും 4 ഡയോഡുമാണ്. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ, 4 SCR and 4 diodes. The output voltage from a single phase full bridge inverter from Vs to minus Vs, Vs to 0, Vs എന്ന് പറഞ്ഞാൽ സോഴ്സ് വോൾട്ടേജ് ആണ്, Vs by 2 to 0 minus Vs by 2 to Vs by 2. നമുക്കറിയാം പ്ലസ് Vs ആണ് പോസിറ്റീവ് സൈഡിലെ മാക്സിമം, നെഗറ്റീവ് സൈഡിലെ മാക്സിമം എന്ന് പറയുന്നത് മൈനസ് Vs ആണ്. അപ്പോൾ ആൻസർ Vs to minus Vs. In a single phase full bridge inverter, when the output is Vs or minus Vs, 1 SCR and 1 diode are conducting. ഓപ്ഷൻ ഇത് ശരിയാണോ? ഫുൾ ബ്രിഡ്ജിൽ നമുക്കറിയാം അറ്റ് എ ടൈം 2 സ്വിച്ചിങ് ഡിവൈസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. 4 SCR ആർ കണ്ടക്റ്റിംഗ് അല്ല, 2 SCRs ആർ കണ്ടക്റ്റിംഗ്. ഇതായിരിക്കും ആൻസർ. 2 ഡയോഡ്സ് ആർ കണ്ടക്റ്റിംഗ്. ഡയോഡ്സ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, സ്വിച്ചിങ് എലമെൻ്റ് അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2 SCRs ആർ കണ്ടക്റ്റിംഗ്. എ 3-phase bridge inverter requires minimum of dash switching devices. ഇൻവെർട്ടേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, 3 phase എല്ലാം പഠിച്ചതാണ്. ഇപ്പോൾ ഡയഗ്രാം കാണിച്ചു തരാം. ഇതാണ് ഒരു 3 phase ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ ഡയഗ്രാം. 3 ഔട്ട്പുട്ട് വരുന്നുണ്ട്, അത് 3 phase ഔട്ട്പുട്ട് വരുന്നുണ്ട്. ABC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു DC സോഴ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതിൽ മറ്റേ സിംഗിൾ ഫേസ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഓരോ SCRനും ട്രിഗർ ചെയ്യുന്ന പീരീഡ് മാറ്റിയിട്ടാണ് 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ടോട്ടലി എത്ര SCR ഉണ്ട്? സ്വിച്ചിങ് ഡിവൈസ് SCR ആണ്, അതിന് ഇൻവേഴ്സ് പാരലലായിട്ട് നമ്മൾ ഡയോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലി 6 SCR ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, 6 സ്വിച്ചിങ് ഡിവൈസസ്. SCR ആണെങ്കിൽ SCR, മോസ്ഫെറ്റ് അല്ലെങ്കിൽ IGBT ഓർ GTO. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് യൂസിങ് IGBTs ആർ ടേൺഡ് ഓഫ് ബൈ ലോഡ് കമ്മ്യൂട്ടേഷൻ. ലോഡ് കമ്മ്യൂട്ടേഷൻ IGBTക്ക് ആവശ്യമില്ല. അപ്ലൈയിങ് എ നെഗറ്റീവ് പൾസ്. നെഗറ്റീവ് പൾസ് കൊടുത്തിട്ട് നമുക്ക് IGBTയെ ഓഫ് ചെയ്യാവുന്നതാണ്. റിമൂവിങ് ദ ഗേറ്റ് പൾസ്. ഗേറ്റിലെ പൾസ് റിമൂവ് ചെയ്തിട്ടും നമുക്ക് IGBTയെ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2 ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ നോക്കൂ, ബോത്ത് ബി ആൻഡ് സി. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഡി, ബോത്ത് ബി ആൻഡ് സി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.